Gundalpet, also known as the flower pot of India. Hello guys, the flower pot of India. അതായത് ഗുണ്ടൽപേട്ടിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. വയനാട്ടിലെ പച്ചപ്പ് കടന്ന് ഞാൻ അവിടേക്ക് പോവുകയാണ്. വളരെ മനോഹരമായ വയനാട്ടിലെ കാടുകളിലെ ജീവികളെ കാണാം. ഇത് ഞാൻ അതിനിടയ്ക്ക് കണ്ടൊരു വാട്ടർഫോൾസ് ആണ്. വെള്ളത്തിന്റെ സൗണ്ട് ഞാൻ പോയത് വളരെ മഴയുള്ളൊരു ദിവസമായിരുന്നു. കണ്ടില്ലേ, സൺഫ്ലവേഴ്സ് കാണണമെങ്കിൽ മഴയില്ലാത്ത ദിവസം പോകണം. എന്നാൽ എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ആ സമയമാകുമ്പോൾ വെയിലുണ്ടായിരുന്നു. അവിടുത്തെ പാടങ്ങളാണ് ഇതൊക്കെ. വയനാട്ടിലെ കുറെ കാലങ്ങൾ ഞാൻ അധികം ഷൂട്ട് ചെയ്തിട്ടില്ല. വയനാട് കഴിഞ്ഞ് അങ്ങനെ കർണാടകയിലേക്ക് കടക്കുകയാണ്. കർണാടക കേരള ബോർഡറാണിത്. ഈ കാടുകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നെറ്റ്വർക്ക് തീരെയില്ല. പക്ഷെ ഇതിൽ നിന്ന് കിട്ടുന്ന സമാധാനം അത് പറയാൻ പറ്റാത്തൊരു ഫീലാണ്. എങ്ങനെയുണ്ട്? ഓരോരോ മൃഗങ്ങളെ കണ്ടിരുന്നു. വളരെ റയറായിട്ട് കാണുന്ന ചിമ്പാൻസി വരെ ഇന്ന് ഇവിടെ കണ്ടു. അങ്ങ് ദൂരെ നോക്കുമ്പോൾ ഒരു ആനയെ കാണുന്നുണ്ടോ? കാട്ടിന്റെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു ആനയെ. ആന ക്യാമറ കണ്ട് പോയതാണെന്ന് തോന്നുന്നു. ആനയെ കാണാൻ വരെയില്ല. പക്ഷെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ ആന അവിടെ അനങ്ങുന്നത് കാണാം. അതൊരു കുട്ടി ആനയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മങ്കീസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബൈസണിനെ കണ്ടോ? കാട്ടുപോത്ത്. അതിന്റെ സൈസ് എത്രയാണെന്ന് അറിയോ? വലിയ സൈസാണ്. അങ്ങനെ ഗുണ്ടൽപേട്ടിലേക്ക് എത്തി. ഗുണ്ടൽപേട്ടിലെ മെയിൻ അട്രാക്ഷൻ ഈ സൺഫ്ലവേഴ്സ് ആണ്, സൂര്യകാന്തി. അത് കാണണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതങ്ങനെ നിറവേറി. സൺഫ്ലവേഴ്സിന്റെ ഫീൽഡ് നോക്കിയേ. ഒരാൾക്ക് ഈ ഫീൽഡിലേക്ക് കയറാൻ 20 രൂപയാണ് ചാർജ് വരുന്നത്. നമ്മുടെ ഫോൺ നിറയ്ക്കാൻ നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഇവിടെ നിന്ന് കിട്ടും. എന്ത് ഭംഗിയായത്! ഇങ്ങനത്തെ ഒരു വീഡിയോ ഇവിടെ പോയാൽ എന്തായാലും എടുക്കണം. എങ്ങനെയുണ്ട്? ഇത് വേറൊരു ഫീൽഡിലേക്ക് പോയതാണ്. ഇത് ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുത്തെ സൺഫ്ലവേഴ്സ് ഒക്കെ വാടി നിൽക്കുകയാണ്. വാടാമല്ലി പിന്നെ ഒരിക്കലും വാടില്ലല്ലോ. നല്ല ഫ്രഷ് ആയിട്ട് അതെല്ലാം ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫ്ലവേഴ്സിന്റെ റേറ്റ് വളരെ കുറവാണ്. കേരളത്തിൽ 200 രൂപയാണ് 1 കിലോ ചെട്ടിയുടെ വില. ഇവിടെ വരെ 30 രൂപയാണുള്ളൂ. എങ്ങനെയുണ്ട് ഇത് കാണാൻ? ഗുണ്ടൽപേട്ടിലെ വേറൊരു പ്രത്യേകതയാണ് ഈ ഒരു ടൈമിൽ, ഓണം സീസൺ ആകുമ്പോൾ അവിടെ എല്ലാ സ്ഥലങ്ങളിലും പൂക്കൾ നമുക്ക് കാണാം. ചെടികളടക്കം. വാടാമല്ലിയൊക്കെ നോക്കിയേ, എന്ത് ഭംഗിയാണ് കാണാൻ. ചെടികളടക്കം എല്ലാ സൈഡുകളിലും പൂക്കൾ ഇവിടെ ഉണ്ടാകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഈ ട്രിപ്പ് ഇവളും കൂടി നല്ലോണം എൻജോയ് ചെയ്തിരുന്നു. സൺഫ്ലവേഴ്സിന്റെ വിത്തുകൾ ഞാൻ എടുക്കുകയാണ്. കണ്ടോ? പക്ഷെ ഒന്നും എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. ഷൂട്ട് ചെയ്യാനൊരു കൈ വേണ്ടേ? എല്ലാം താഴെ പോവുകയാണ്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അതും കൂടി കയക്കും. ഇതാണ് എനിക്ക് ആകെ കിട്ടിയ സീഡ്സ്. കണ്ടോ? അതിലുള്ള തേൻ കുടിക്കാൻ വേണ്ടി വന്നൊരു തേനീച്ച. ഇത് വിരിയാത്തൊരു സൺഫ്ലവർ ആണ്. അതിന്റെ മുട്ട്. ഇത് കൂട്ടത്തോടെ കാണാൻ വളരെ ഭംഗിയാണ്. എങ്ങനെയുണ്ട് ഇത് കാണാൻ? അങ്ങനെ ഫുഡ് കഴിക്കാനായി എത്തിയത്.
വയനാടൻ രുചി റെസ്റ്റോറൻറ്റിലാണ്. അതായത് കേരളത്തിലെ ഫുഡ് കഴിക്കാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. കാരണം കർണാടക ഫുഡ് ചിലപ്പം ഇടിക്കില്ല. ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. കർണാടക ബിരിയാണി അത്ര ടേസ്റ്റ് ഇല്ല എന്നായിരുന്നു എന്നോട് എല്ലാവരും പറഞ്ഞത്. ഞാൻ വിചാരിച്ചു അതങ്ങ് ട്രൈ ചെയ്യാമെന്ന്. ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയായിരുന്നു തന്നത്. സ്മെല്ലൊക്കെ അടിപൊളിയാണ്. സ്മെല്ലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ടേസ്റ്റ് ആണെന്ന്. അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. മസാല കുറേ ഉണ്ടായിരുന്നു. എനിക്ക് മസാല അധികം ഇഷ്ടമല്ല. ചിക്കൻ്റെ നല്ലൊരു പീസാണ് കിട്ടിയത്. അത് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരുപാട് സ്പൈസസ് ഉണ്ടായിരുന്നു ഇതിൽ. സ്പൈസസ് ഒക്കെ ഇങ്ങനെ മാറ്റി വെക്കൽ തന്നെയായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള പണി. ഓക്കെ, പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു. കുഴപ്പമില്ല. പിന്നെ കഴിച്ച് നോക്കുമ്പോഴാണ് അതിലുള്ളൊരു കാര്യം അറിയുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലെ പോലെ ഭയങ്കരമായി നല്ല തലശ്ശേരി ദം ബിരിയാണി പോലത്തെ ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അച്ചാറാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാതായത്. ഇത് മീൽസിന്റെ കൂടെ കിട്ടിയ പപ്പടമാണ്. കണ്ടോ, ഇതിന്റെ ടേസ്റ്റ് പക്ഷെ പപ്പടം പോലെ ഇല്ല. എല്ലാവരും മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ ഗുണ്ടൽപേട്ട് വിട്ട് പോവുകയാണ് ഞാൻ. കർണാടകയിലെ ഗ്രാമത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ കർണാടക കടക്കാൻ പോവുകയാണ്. തമിഴ്നാട് തുടങ്ങുകയാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് 3 സ്റ്റേറ്റ്സ് ആണ് കവർ ചെയ്തത്. തമിഴ്നാട് ഫോറസ്റ്റും കർണാടക ഫോറസ്റ്റും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. കർണാടകയിൽ കുറച്ച് ഉണങ്ങിയ ഇലകൾ കാണാം. തമിഴ്നാട് ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ്. ഈ ടൈപ്പ് മങ്കീസിനെ വളരെ റെയർ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിന്റെ പേര് ലങ്കൂർ എന്നാണ്. പിന്നെ ഒരുപാട് മയിലുകളെ കണ്ടിരുന്നു. ആദ്യമായിട്ടാണ് മയിലിനെ ഇത്രയ്ക്കും അടുത്ത് വെച്ച് ഞാൻ കാണുന്നത്. കാർ പാർക്ക് ചെയ്ത് അവിടെ തന്നെയാണ് ആ മയിലിങ്ങനെ നിൽക്കുന്നത്. ഫോട്ടോന് കറക്റ്റായി പോസ് ചെയ്യുന്ന പോലെ അതാ നിൽക്കുന്നത്. കണ്ടോ, മാനുകളുണ്ട്. മാന് റോഡ് ക്രോസ് ചെയ്യുന്ന സമയമായിരുന്നു. മാനുകൾ ഇതാ ഫാമിലി ആയിട്ട് അവിടെ വന്നിട്ട്. എന്ത് ഭംഗിയാ ഇതൊക്കെ കാണാൻ. ലൈഫിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വലിയ കൊമ്പുള്ള മാനത. ഇതാണ് തമിഴ്നാട് ഫോറസ്റ്റ്. കണ്ടോ, ഫുള്ളൊരു ഗ്രീൻ കളറിലാണുള്ളത്. അങ്ങനെ രാത്രി പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരാളെ അവിടെ കണ്ടത്. ടൈഗർ റിസർവ് സെന്ററിൽ വന്ന് ടൈഗറെ കാണാതെ പോകുന്നത് അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് വന്നതാണ്. വയനാട് ചുരം ഇറങ്ങാൻ പോകുമ്പോഴാണ് ടൈഗറിനെ കണ്ടത്. ഇവിടെ ഫുള്ള് ഫോഗ് അടിച്ചിരിക്കുകയാണ്. രാവിലെ കണ്ട വാട്ടർഫോൾസ് രാത്രി ഒന്നും കൂടി കണ്ടു. ഓക്കെ ഗൈസ്, ഇനി വീണ്ടും ഇങ്ങനത്തെ ഒരു വീഡിയോസുമായി വരുന്ന പ്രതീക്ഷയിൽ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.